നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും എ വാം ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഒരു പിടി ചോദ്യങ്ങൾ വരാറുണ്ട്, PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, കേട്ടറ്റ് പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ തീർത്തും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഈ പാഠം വീക്ഷിക്കാനായിട്ട്. ഇന്ത്യ ചരിത്രത്തിലെ മധ്യകാലഘട്ടം, ഇപ്പോൾ നമ്മുടെ മഹാരാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ മധ്യകാലഘട്ടം ക്രോണോളജിക്കൽ പീരീഡ് എന്ന് മുതൽ എന്ന് വരെയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ടത്. CE 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയാണ്. ഇനി ഈ പാഠഭാഗത്തിൽ ഡൽഹിയിലെ കുറച്ച് വളരെയധികം പ്രശസ്തമായിട്ടുള്ള മന്ദിരങ്ങളും സൃഷ്ടികളൊക്കെ തന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണ് ഡൽഹിയിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങൾ? കുത്തബ് മീനാർ, മെഹ്റൗളിയിലെ ഇരുമ്പ് സ്തംഭം, ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഇന്ത്യ ഗേറ്റ്, ഇവയൊക്കെയാണ്. ഡൽഹി സ്ഥിതി ചെയ്യുന്നത് സിന്ധു ഗംഗ സമതലത്തിലാണ്. സമതലത്തിലാണ്. ദെൻ യമുന നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? യമുനോത്രി, ഉത്തരാഖണ്ഡ്. അതൊക്കെ പരീക്ഷയ്ക്ക് PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുക പോയിന്റ്സ് മാത്രമേ ഞാൻ എടുത്ത് പറയുന്നുള്ളൂ കേട്ടോ. യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണമാണ് ഇത്? ഡൽഹി എന്ന് പറയുന്നത്. ഓക്കെ, ഡൽഹി എന്ന് പറയുന്നത് യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ്. ശത്രുക്കളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ച പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. തന്നെ CE 8ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്. തൊമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? ദില്ലിക എന്ന പേരിലാണ്. തൊമര രാജാക്കന്മാരെ തുടർന്ന് ഡൽഹിയിൽ അധികാരത്തിലെത്തിയ രാജവംശമാണ് ചൗഹാൻ രാജവംശം. ഈ ചൗഹാൻ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് പൃഥ്വിരാജ് ചൗഹാൻ. വളരെയധികം ഫേമസ് ആയിട്ടുള്ള രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കി ഡൽഹിയിൽ ആധിപത്യം സ്ഥാപിച്ച ഗോർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ഭരണാധികാരിയാണ് മുഹമ്മദ് ഗോറിയുടെ സേനാനായകനായിരുന്നു കുത്തബ്ദീൻ ഐബക്ക്. പിന്നീടാണ് നമ്മൾ കുത്തബ്ദീൻ ഐബക്ക് സുൽത്താനായിട്ട്, ഡൽഹി സുൽത്താനായിട്ട് പഠിക്കേണ്ടി വരുന്നത്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് കുത്തബ്ദീൻ ഐബക്കിനെ കാണാം. പൃഥ്വിരാജ് ചൗഹാനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം അല്ലേ? ഇന്ത്യ ചരിത്രത്തിൽ റായ് പിഥോറ, കാൽപ്പനികനായ പോരാളി എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയാണ് പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാന്റെ രാജ്ഞിയാണ് സംയുക്ത. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവിയാണ് ചാന്ദ് ബർദായി. പൃഥ്വിരാജ് രാസോ എന്ന കൃതിയുടെ രചയിതാവാണ് ചാന്ദ് ബർദായി. ഹിന്ദി കവിതകളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെട്ടത് ചാന്ദ് ബർദായിയാണ്. പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്ന പേര് തറയിൻ യുദ്ധങ്ങൾ എന്ന പേരിലാണ്. 1ാം തറയിൻ യുദ്ധം, 2ാം തറയിൻ യുദ്ധം ഉണ്ട്. ഈ തറയിൻ എന്ന് പറഞ്ഞ തറയിൻ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. തറയിൻ യുദ്ധം, 1ാം തറയിൻ യുദ്ധം 1191 പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. ഈ ആദ്യത്തെ തറയിൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനാണ് മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. എന്നാൽ അടുത്ത കൊല്ലം 2ാം തറയിൻ യുദ്ധം, ആ 2ാം തറയിൻ യുദ്ധത്തിൽ 1192 മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. 2ാം തറയിൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്താൻ മുഹമ്മദ് ഗോറിയെ സഹായിച്ച ഇന്ത്യൻ ഭരണാധികാരി ജയചന്ദ്രൻ എന്ന് പറയുന്ന ആളായിരുന്നു. ജയചന്ദ്രൻ എന്ന് പറയുന്ന എന്തെങ്കിലും സേനാപതി അങ്ങനെ ആയിരിക്കും. അപ്പോൾ അയാളാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 1ാം തറയിൻ യുദ്ധം, 2ാം തറയിൻ യുദ്ധം, അതേപോലെ തന്നെ ചൗഹാൻ രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചാന്ദ് ബർദായി, പൃഥ്വിരാജ് രാസോ എന്നെഴുതി, ഇതെല്ലാം PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇത് 6ാം ക്ലാസ്സിലത്തെ 1ാമത്തെ പാഠത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ.